അപ്പൊ നീ അത് ചോദിച്ചു മനസ്സിലാക്കണം നിന്റെ കടമ. അപ്പൊ നിന്റെ കാര്യം മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. നിനക്കൊന്നും ഇതായില്ല എന്ന് പറഞ്ഞ് മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. എന്റെയും കൂടെ കാര്യം തിങ്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബിസിനസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യണം. എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഡാനീഷ് സ്ട്രീക്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ. എനിക്ക് അപ്പിയിട്ടത് ഉണക്കി പൊടിച്ചത് 2 കിലോ എടുക്കട്ട, കിലോ 20 ഉള്ളൂ. ഇതിനേക്കാൾ അന്തസ് അതാണ് കേട്ടാ ചേച്ചിയെ. ഡനി ഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബർ, പ്രമുഖ യൂട്യൂബേഴ്സാണ്. അപ്പോൾ യൂട്യൂബേഴ്സ് ഒരു പ്രാങ്ക് വീഡിയോ, ഒരു ഒടുക്കത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തില്ലേ പിന്നെ ഞമ്മളൊക്കെ എതുക്കിടാ. എന്തായാലും ചേച്ചി റീച്ചില്ലാതെ വന്നപ്പോൾ ഇതിനേക്കാളും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. അപ്പി ഇട്ടിട്ട് ഉണക്കി പൊടിച്ചിട്ട് കിലോ 20 ഇട്ടങ്ങ് വിൽക്ക്. വളവാണെന്ന് പറഞ്ഞാൽ മതി, മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ മൂട്ടിയിടാന്ന് പറഞ്ഞാൽ മതി. ഇതിനേക്കാളും അന്തസ്സുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. എന്തായാലും നമുക്ക് വച്ച് താമസിപ്പിക്കണ്ട. എനിക്ക് വേണമെങ്കിൽ സമയമില്ല, ഞാൻ ഒരുപാട് തിരക്കിൽ പെട്ട് കിടക്കുക. എൻ്റെ ഇടയിൽ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. സത്യമുള്ള കാര്യമാണ്, ഞാൻ ഇത്രയും തിരക്കാളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ചേച്ചി തുടങ്ങി ആട്ടാ. ചരിഞ്ഞ ചിലപ്പം ഡാനി ഡേയ്സിലെ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി അത്ര വിഷമിക്കില്ലേ? ഓളിയൊക്കെ ഒന്ന് കൂട്ടി വെച്ചോളൂ. ഒരു മൈക്കൊക്കെ മേടിച്ച് വെക്കുക. ഞാനിവിടെ റൂമിൻ്റെ അകത്താണ്ട് എനിക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് മൈക്കില്ല. ഓക്കെ ചേച്ചി ഒരു മൈക്ക് മേടിച്ച് വെക്കുക. ഒന്നുമില്ലേ ലാസ്റ്റ് വീഡിയോ ആയിരുന്നില്ലേ, എത്രയൊക്കെ ഒരു ഇത് വേണ്ടേ? ഓ പിന്നെ ചേച്ചിയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കമ്പാരിസൺ എടുക്കുമോ? ഇമാതിരി തൂറിയും തുമ്മിയും തുപ്പിയും വിട്ടതും ഒക്കെ കേസുകൾ എടുത്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ആരെങ്കിലും ലൈഫിൽ കയറ്റി വെക്കാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമോ ചേച്ചി? എന്നാ മറ്റേ അടുത്ത് ഓർത്താനാണ് പറയുന്നത്. നമ്മളൊന്നും അങ്ങനെ എടുക്കാനുള്ള ഒരു നിലവാരം ഇല്ലെന്നേ. പിന്നെ എങ്ങനെ എടുക്കും? ഞാൻ ഇപ്പോൾ വേറൊരുത്തൻ്റെ 4 വർഷം മുന്നേ ഉള്ള പ്രാങ്ക് ഉണ്ട്. ഞാൻ കണ്ടപ്പോൾ അന്താളിച്ചിരുന്നു. ഇത്രയും ഉടായിപ്പായിരുന്നു ഇവനെന്ന്. 4 വർഷം മുന്നേ സാധനമായതുകൊണ്ട് ഞാൻ ഇപ്പം പിടിച്ചിട്ടല്ലോ പാട്ടി വിട്ട്. എന്തായാലും ചേച്ചി പണ. അതെ ഇപ്പൊ 1 മിനിറ്റിലോ 10 മിനിറ്റിലോ പോട്ടെ, എന്നെ 30 മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ട ഞാനല്ല, ഞാൻ വെറും ചെറ്റയാ. ഓക്കെ, ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു പാവം വീഡിയോ ചെയ്യുന്ന ഒരാളെ നിങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇല്ലല്ലേ? അത് ഞാൻ മാത്രം. ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ 10 മിനിറ്റ് ഒന്നും അല്ല ചേച്ചി വേറെ എന്നാണ് ചേച്ചി പറയുന്നത്. വാ, പിന്നെ നമ്മുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും നോർമലി പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ലാതെ നമ്മൾ മറ്റേ ഇത് സ്പേസിന്ന് വന്നതൊന്നുമല്ല, എല്ലാവരും ഇങ്ങനെ തന്നെ. ഇവിടെ കുറെ പേർക്ക് ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. യൂട്യൂബേഴ്സായ അവർ വലിയ കൊണാണ്ടറുകൾ, സിനിമാ നടിമാരായ അവർ വേറെ കൊണാണ്ടറുകൾ. ഒരു തേങ്ങയില്ല, എല്ലാം വലിച്ച് പൊളന്ന് കീറിയ വരുന്ന ചാള എഴുത്തം തന്നെടേ, അല്ലാതെ വേറെ ഒന്നും ഇല്ലടേ. എന്ത് വേടേ? കൊണാണ്ടറുകൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും തള്ളേ ഇവളെ ഇല്ല ആ ഒരു കലിപ്പ് മൂടുകളാണെന്ന്. ഇവരൊക്കെ വിചാരമുണ്ട് യൂട്യൂബേഴ്സായ നിങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ഞാനും കേട്ടോ, ആരും ഒരു കുഴപ്പമില്ല, ഒരു തേങ്ങയുമില്ല. അതായത് മനസ്സിലാക്കി. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താ മറ്റേ കുളത്തിൽ പിടിച്ച് മുക്കണോ? കാരണം ഒരുപാട് എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. യു ആർ ദ ലക്കിയസ്റ്റ് വൈഫ്, ഇത്രയും ഭാഗ്യം ചെയ്ത വേറെ കുട്ടി. കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടെന്ന്. യു ആർ ദ ലക്കിയസ്റ്റ് വൈഫ്, ലക്കിയസ്റ്റ് വൈഫ്. പിന്നെ കമന്റ് അടിക്കണ കുറെ എണ്ണത്തിന് ബോധമില്ല. പക്ഷെ എൻ്റെ കമന്റ് ബോക്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് എന്നെ നല്ലത് പറഞ്ഞാൽ നാളെ എൻ്റെ തെറ്റ് കണ്ട അവർ ചൂണ്ടിക്കാണിക്കും. അങ്ങനത്തെ ആൾക്കാരെ എൻ്റെ കമന്റ് ബോക്സ്, മനസ്സിലായ? അഥവാ കമന്റിൽ പറയാൻ മടിയുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി വന്നിട്ട് പറയാറുണ്ട്. അതിൽ നീ ആ പറഞ്ഞത് യോജിക്കാൻ പറ്റുന്നില്ല, നീ പറയുന്ന ബാക്കിയൊക്കെ ഓക്കെയാണ്, ഇത് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അഭിപ്രായവും നിലപാടുമുള്ള ആൾക്കാരുള്ള കമന്റ് ബോക്സാണ് എൻ്റെ കമന്റ് ബോക്സ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? കുറച്ച് ഓരോ ബോധം ബുദ്ധിയുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നത് അതേപടി അക്ഷരം പടി എടുത്ത് വിഴുങ്ങിയിട്ട് സൂപ്പർ എന്ന് പറയുന്ന ടീംസ് അല്ല. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നവരാണ് എൻ്റെ ഫോളോവേഴ്സ്. പക്ഷെ ചേച്ചിയുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തവും കുന്തവും തേങ്ങയും കൊലയും ഉരുപ്പടി അറിഞ്ഞുകൊടുത്ത ടീംസുകളാണ്. ചേച്ചി പറഞ്ഞാൽ അതിന് തള്ളിയേ കറക്റ്റ്. ഈ ഒരു സെറ്റപ്പാണ്. കുറേ വിവരം ബോധം പൊക്കണം ഇല്ലാത്ത ടീംസ്. ചേച്ചി കാര്യമാക്കണ്ട പറ. എന്ത് ഭാഗ്യവതിയാണ് ഞാൻ. നിങ്ങളുടെ ഒരു കാര്യം വെച്ചോട്ടെ, ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന മാത്രമാണോ? അത് മാത്രമാണ് ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കി തന്നെ. അപ്പൊ വീട്ടു ജോലി ചേട്ടായിയാണ് എടുക്കുന്നതെന്ന് ഉള്ള കാര്യം ചേച്ചി പറഞ്ഞു. ഓക്കെ, നല്ലതാണ്. ചേച്ചിക്ക് ഫ്രീ ആയിട്ടിരിക്കാം, ചേട്ടായി ജോലി എടുക്കട്ടെ. അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ അറിയാന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എനിക്ക് കുക്കിംഗ് അറിയത്തില്ല കേട്ടോ. കുറച്ചൊക്കെ അറിയാം. അപ്പം, പുട്ട്, ദോശ, എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പറക്കി എടുക്കാം, മാഗി, ഇതൊക്കെ അറിയാം. വേറൊരു തേങ്ങ എനിക്കറിയത്തില്ല. ഓക്കെ,
എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അറിയാം. പിന്നെ കൂടുതൽ നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല, എങ്ങോട്ട് കിച്ചണിലോട്ട് അമ്മ, കാരണം ഞാൻ അവിടെ തീടുമെന്നറിയാം. ഓക്കെ, കാരണം പണ്ട് പലതും പരീക്ഷിച്ച് അമ്മയുടെ മിക്സി വരെ അടിച്ചു പോയിട്ടുണ്ട്. ഞാൻ കുക്കിംഗ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ അടുപ്പിക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞ അടുക്കള തീടുമെന്ന്. ഓക്കെ, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായി കുക്കിംഗ് ഒക്കെ ചെയ്തു തരും. അല്ലാതെ ചേട്ടായി അല്ല. ചേട്ടായി എന്ത് ചേട്ടാ ഗവനിക്കുന്നില്ലല്ലേ തോന്നി. ചേച്ചിയാണെങ്കിൽ ഒരു ഹസ്ബൻഡിന്റെ ക്വാളിറ്റി ഇല്ല ചേട്ടായി. ഇതിനിപ്പോ പ്രാങ്ക് ആയാലും ശരി, ഇനിയിപ്പോ എന്നാ തേങ്ങ എന്ന് പറഞ്ഞാലും സ്വന്തം ഹസ്ബൻഡിന് ഒരു ക്വാളിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ അണ്ണന്റെ അതിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിപ്പോയി. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് പറയുക ചെയ്യും. നില്ല് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന് ചേച്ചിക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ പറയാൻ പോകുന്നത് എന്തിനു മിണ്ടായിരുന്നാ പോരെ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഷോപ്പിലെ പ്രഷറാണോ, പിന്നെ ഈ ഷോപ്പൊക്കെ റണ്ണായി വരുന്നതിൻ്റെ ആണോ, ടയർഡ്നെസ്സിൻ്റെ ആണോ, എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും നമ്മളിത് സംസാരിക്കാൻ ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ മണ്ടയ്ക്കാണ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര കാമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഏട്ടായി കലിപ്പനാണെന്ന് കാര്യം പിടികിട്ടേ. ഏട്ടായി കട്ട കലിപ്പനാണെന്ന് ഞമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുമ്പോൾ ഏട്ടായി അത് കറക്കി തിരിച്ച് നമ്മുടെ തലയിലോട്ടാക്കും എന്നാണ് ഏട്ടത്തി പറഞ്ഞു വരുന്നത്. അങ്ങനെ വരട്ട്. കലിപ്പൻ ഏട്ടായും കാന്താരി ചേച്ചിയും കിടക്കുമ്പോൾ പിന്നെ ഇനി എന്നാത്തിനാ വേണേ ഇതെന്താ ചരിഞ്ഞു പോണേ. അത് നിങ്ങൾ എവിടാണോ കാണിച്ചത്? ഇപ്പം നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്നാത്തിന്? അല്ല, നിങ്ങളുടെ എന്ത് വേണോ പോയി എവിടെ വേണോ കാണിക്ക്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പം ക്യാമറ ഓൺ ചെയ്ത് ഞമ്മളെടുത്ത് എന്തിനാ പറയുന്നേ? ഞമ്മളെന്ത് ചെയ്യാനാ നിങ്ങളുടെ ഫീലിങ്സ് കണ്ടിട്ട്? എന്തുവാ ചേച്ചി റീച്ചില്ലെന്ന് വെച്ചിട്ട് ഗുണത്തിലെ പരിപാടി കാണിക്കില്ലേ? സത്യം. ഒരു കാര്യം ചെയ്യും, നാളെ ഒരു വാഴത്തൈ വാങ്ങി നാട്. ഞാൻ പണ്ടൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ വാഴത്തൈ പിടിച്ചു നിർത്തിയിട്ട് പഞ്ചറടിക്കണോളം ഇടിക്കണം. ഞാൻ പണ്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അത് വീട്ടിൽ അച്ഛൻ വാഴ കൃഷി ചെയ്ത് ഈ വാഴകളെല്ലാം നട്ടുവിടും. ഇനി അച്ഛൻ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് വാഴ നട്ട് ആ കണ്ണുനീര് തീർത്തതാണെന്ന് അറിയില്ല. എന്തായാലും വാഴ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും, വാഴയിൽ പോയിട്ട് ഇടിക്കുമായിരുന്നു. 2 കൈ ഇങ്ങനെ ബോക്സിങ് പോലെ ചുമ്മാ ഇടിക്കുമായിരുന്നു. അവസാനം വാഴയിൽ ഇടിക്കുമ്പോൾ നമുക്ക് കൈവേദന എടുക്കത്തില്ല. അതുപോലെ ചേച്ചി അങ്ങോട്ട് വാഴ വാങ്ങിച്ച് നട്ട്, എന്നിട്ട് മൊത്തം അങ്ങോട്ട് ഇടിച്ച് തകർക്ക്. അതായിരിക്കും കുറച്ച് നല്ലത് കേട്ടാ. ചേച്ചിക്ക് ഇപ്പം ദേഷ്യം വന്നാൽ സങ്കടം വന്നാൽ എക്സ്പ്രസ് ചെയ്യാൻ പേടിയാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യും. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു തരാനാ? ചേച്ചി എന്തെങ്കിലും ചെയ്യും, ഞാനെന്ത് പറയാനാ? ഇതിപ്പം നമ്മളോട് പറയണ എന്തിനാ? ഒന്നും പിടികിട്ടണില്ല. അമ്മച്ചിയുടെ മാവും കലമായെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? ചേച്ചിക്ക് ഇപ്പം എന്ത് പ്രശ്നം? ഒരു കട്ട അങ്ങോട്ട് ചൂടാക്കി കുടിക്കുക, അപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് തീരും. ഇത് ബ്ലാക്ക് മാജിക് ആണോ, കീരവത്താണോ, മാങ്ങയാണോ, തൊലിയാണോ, ചക്കക്കുരുവാണോ, അവിയൽ ഒഴുക്കി ഉരുട്ടിയാണോ? നമ്മളെടുത്തേച്ച് നമ്മളെന്തൊരു കീരവത്ത് പറയാനിടേ? ഇതെന്തൊരിടേ? പറ. ചേച്ചിക്ക് ഹാപ്പിനെസ് ഇല്ലെന്ന് ചേട്ടാ. ഒന്ന് ഗവനിക്ക്, ചേച്ചിക്ക് ഹാപ്പിനെസ് ഇല്ലെന്ന്. ചേട്ടൻ ഇതെന്തുവാ എപ്പോഴും ബിസിനസ് കടയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചിക്ക് ഹാപ്പിനെസ് ഇല്ലെന്ന്. ഏട്ടായിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ 18+ അല്ലേ? അല്ല ചേച്ചി ബേസിക്കലി എന്തെങ്കിലും ചെയ്യും, പറ. എന്തേലും ചെയ്യും. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അവിടെ എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ ഇങ്ങനെ ഉള്ളിലൊതുക്കി. എനിക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് എൻ്റെ പൊന്ന് ചേച്ചി, നാണം കെട്ട് നാറിയ പരിപാടിയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നാണം കെട്ട നാറിയ പരിപാടി. ഒരു നിമിഷം ഞാൻ കൂളാവട്ടെ. ഞാനത് ലാസ്റ്റ് പറഞ്ഞുതരാം. നാണം കെട്ട് നാറിയ പരിപാടി. അതിലോട്ട് ഞാൻ വരാം. അതുപോലെ എനിക്ക് പറ്റുന്നില്ല. അതുപോലെ ചെയ്യുമ്പോഴത്തേക്ക്
എക്സ്ട്രീം അങ്ങ് ഇതായിട്ടാണ്. ഓക്കെ. ചില സമയത്ത് മൂഞ്ചി. ഓക്കെ, പിന്നെ പ്രഷർ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഷോപ്പിലെ കാര്യങ്ങൾ തിരക്കുകൾ കൊണ്ടായിരിക്കും, പിന്നെ ലേറ്റ് നൈറ്റ് ആണല്ലോ ഷോപ്പൊക്കെ അടച്ചിട്ട് വരുന്നത്, അപ്പം ഉറക്കം ഒക്കെ ആവാത്തോണ്ടായിരിക്കും. എന്നിട്ട് ഒരു തവണയെങ്കിലും ഞാനപ്പോ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന എഫേർട്ടിനും അങ്ങോട്ട് ഏട്ടനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഒരു 10-1 ഏട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്കൊരു എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കുറേ. എന്തോന്ന് വന്നിരുന്നു മെഴുകണത്? ഇത് നാണം കെട്ട നാറിയ ഏർപ്പാട്. ഇതിനേക്കാളും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ പരിപാടിയാണ്. അപ്പി ഇട്ടിട്ട് മീൻസ് തൂറി വെച്ചിട്ട് അതിനെ എടുത്ത് ഉണക്കി വെച്ചിട്ട് പാക്കറ്റാക്കി വിൽക്കുക. അന്തസ്സുണ്ട് ഇതിനേക്കാളും നല്ലത് കേട്ടോ. വളം എന്ന് പറഞ്ഞാൽ വിറ്റാൽ മതി. ഇതിനേക്കാളും അന്തസ് ആ പരിപാടിക്കുണ്ട്. നാറിയ പരിപാടി കോപ്പ്. ഏട്ടൻ്റെ ആണ് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു അങ്ങോട്ട് ചിരി മനസ്സൊന്ന് ചിരിച്ചും കൊണേ ദിവസമായെന്ന്. ഓ മനസ്സിലായി. വീഡിയോസ് കണ്ടപ്പോൾ നല്ലോണം മനസ്സിലായി. പഞ്ചായത്തിൽ പോയി ഒരു അപേക്ഷ കൊടു. എനിക്ക് മനസ്സോർന്ന് സംസാരിക്കാൻ ആരുമില്ല, 4 പേരുണ്ടെങ്കിൽ ഒന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ വിട്ടുതരാം. പഞ്ചായത്തിൽ പോയി ഒരു അപേക്ഷ കൊടു. സംസാരിക്കാൻ ആരുമില്ലെന്ന്. ആണോ? നല്ല പ്രശ്നം. ഫ്രീ ആയിട്ട് പോകാൻ പറ്റൂല ഒരിടത്ത്, പൈസ കൊടുത്ത് പോകണം. ഇപ്പം മറ്റേ നമ്മുടെ സതീശൻ സാറ് വിട്ടത് എല്ലാ ബസ്സും ഒന്നും ഇല്ലേ ഫ്രീ ആയിട്ട് പോകാൻ. പൈസ കൊടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. അത് ഇതുവരെ മനസ്സിലായില്ലേ ഫ്രീ ആയിട്ട് പോകണമെന്ന്? പറ്റില്ലേ? കിടന്നുറങ്ങും. ആ ഇനി ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. സത്യം അമ്മച്ചിയാണ്. ഇല്ല ഞാൻ കുനിഞ്ഞിരിക്കാൻ പോയിരുന്നു. ഇതും കേട്ട ഉടനെ ഞാൻ പോയി കുനിഞ്ഞ് കവന്നിരുന്നു. ചിലപ്പോൾ മൂട്ടിൽ വല്ലതും കയറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ പോയി കുനിഞ്ഞിരുന്നു. നാണം ഉണ്ടാ നിങ്ങൾക്ക്? നാണം ഉണ്ടാ ഇങ്ങനെ കണ്ടോണ്ടാക്കാൻ? ഇത് കേട്ട് കാഴ്ച ഇങ്ങനെ വിശേഷിച്ചാന്ന്. ഇല്ല ഞാൻ പോയി മറ്റേ നറോട്ടി പോയി കുനിഞ്ഞിരുന്നു. ഇത് കേട്ട ഉടനെ രണ്ടു വട്ടം പോയി കുനിഞ്ഞിരുന്നു. ഇഷ്ടം ഉളുപ്പുണ്ടാ ഉളുപ്പ്. പിന്നെ ഞാൻ വിശ്വസിച്ചു. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചടി. ഞാൻ വിശ്വസിച്ച് 2 വട്ടം. എന്നിട്ട് 3-ാമത്തെ വട്ടം പോയി ഞാൻ നറോട്ടി പോയി കുനിഞ്ഞിരുന്നു. വല്ലോനും കൊണ്ട് ആപ്പടിച്ചിരുന്നെങ്കില നീ സമാധാനം പറഞ്ഞാലേ. അയ്യോ ഏട്ടൻ്റെ അച്ചാർ ഞാൻ ഒന്നും പറയണില്ലേ ഏട്ടാ. ഇതുപോലത്തെ കാട്ട് കഴിവരത്താനും പരിപാടികളും ചെയ്തോണ്ട് വന്നിട്ട് നാറിയ പരിപാടി കാണിക്കരുത്. ഇതെന്ത് തീട്ട പരിപാടി. ഇതിനേക്കാൾ അന്തസ്സുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സ്ത്രീയെ? ഈ തുടക്കം ഒരു 2-3 മിനിറ്റ് മാത്രം കണ്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നാറിയ പരിപാടി നിങ്ങളുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞുണ്ടാക്കി വേറെ വരാനുണ്ടോ? ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊരു 2 മിനിറ്റ് ആദ്യം കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഭർത്താവ് ഇത്രയും ഒരു കാട്ടപരാധി ആണെന്ന് പറഞ്ഞ് വിചാരിച്ചു പോകുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ലിറ്ററലി ഫ്ലോപ്പാണ്. ഓക്കെ, തീർന്നില്ലേ? ഇതിനേക്കാളും ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ പരിപാടി പോയി ഉണക്കി എടുത്ത് വെച്ചിട്ട് കിലോ 20 രൂപ അങ്ങോട്ട് വിൽക്ക്. കഷ്ടം. അയ്യേ ഏട്ടൻ്റെ എന്നിട്ട് ഇത് കണ്ട ഒന്ന് ഏട്ടൻ്റെ സാമാനം പിടിച്ച് റോട്ടി വരയ്ക്കുമെന്ന് തോന്നുന്നു. ഏട്ടൻ ഞാനൊന്നും പറയണില്ല. അതുപോലെ ലാംഗ്വേജ് കീപ്പ് കോപ്പൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. സീരിയസ്ലി എൻ്റെ ഓഡിയൻസ് ലാംഗ്വേജിന്റെ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പൊട്ടുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ. ഞാൻ 2 വട്ടം വിശ്വസിച്ചു.
കുളിച്ചിട്ട് ഇപ്പൊ എത്തും എന്ന് പറഞ്ഞ കാണാം. ഓ ഡ്രസ്സൊക്കെ മാറിയല്ലോ, കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്നല്ലോ. ഏട്ടൻ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പിങ്ക് കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഇറച്ചിരിക്കും വീഡിയോയിൽ. ബാ പറ. ഓൾറെഡി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഈ ഒരു ഫോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഫോണിലാണ് ഏട്ടൻ വിളിക്കുന്നത്, ഈ ഫോണിലാണ്. ഒരു ഫോണുള്ളപ്പം നീയൊക്കെ ഇങ്ങനെ, നിന്റെ കയ്യിലൊക്കെ ഒന്നിലധികം ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ എന്നാ ജീവിതത്തിൽ കാണിച്ചേനെ. ഏട്ടൻ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചാൽ മതി. എൻ്റെ അടുത്ത് പറഞ്ഞു നീ റെഡിയായി നിൽക്ക്, നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം, അതായത് ഏട്ടൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞത്. ഏട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താ നീ വീഡിയോയിൽ പറഞ്ഞു വെച്ചേക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്. എന്നിട്ട് ഞാൻ പക്ഷെ അതിനൊന്നും മറുപടി കൊടുത്തില്ല. ആദ്യം രണ്ടോടെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ മൂന്നാമത്തെ തവണ ഞാൻ കോൾ തന്നെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഒരു സൈഡൊക്കെ തോന്നി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏട്ടൻ എന്തായാലും എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരും, അരൂർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വരും. പക്ഷേ ഞാൻ റെഡിയായി, ഒരുപാടൊന്നും റെഡി ആവുന്നില്ല. അപ്പോൾ വിചാരിക്കും നാച്ചുറൽ അല്ലെന്ന് ഫീൽ ചെയ്താലും, അതുകൊണ്ട് ഇപ്പം എന്തായാലും വരും കേട്ടോ. എന്താ പറയാ, ഏട്ടൻ വന്നേ, ഏട്ടൻ വന്നേ, ഏട്ടൻ വന്നേ, ഏട്ടൻ വന്നേ, ഏട്ടൻ വന്നേ, ഏട്ടൻ വന്നേ, കലിപ്പനേട്ടൻ വന്നേ, കലിപ്പനേട്ടൻ വന്നേ, കലിപ്പനേട്ടൻ വന്ന്. ഏട്ടത്തി എന്തൊറ്റി? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെന്നറിയാം, വെറുതെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചോദിച്ചത്, അതുകൊണ്ട് ചോദിച്ചത്. കോപ്പ് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ കേൾക്കത്തില്ല. എനിക്ക് കേൾക്കാൻ പോലും ഏട്ടൻ ഏട്ടൻ എന്ത് ബാഹുബലിയിൽ അഭിനയിക്കാൻ നിൽക്കണം എങ്ങനെ? അങ്ങനെയൊന്നല്ല. എത്രയോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബിസി തന്നെയാണ്. ആവശ്യമില്ല ഓവർത്തിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓണത്തിനൊന്നും ചെയ്തതല്ല. സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ എപ്പോൾ സംസാരിക്കും, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ സംസാരിക്കും. എനിക്ക് ഈ ചോദ്യത്തിന് എനിക്ക് ആൻസർ വേണം. എനിക്ക് ഇതെന്താ ഏട്ടൻ്റെ നിക്കറൊക്കെ കാണിക്കുന്നു സൂം ചെയ്ത്? സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. എന്ത് പിന്നെ എന്ത് സംസാരിക്കാനാ? എപ്പോൾ സംസാരിച്ചാലും ഇങ്ങനെ ഏട്ടൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ട് ആ ഫോൺ ഇത് ചെയ്യാൻ. കലിപ്പനേട്ടൻ, ഏട്ടൻ മസിലൊക്കെ പിരിച്ച് കാണിക്കുകയാണ് കേട്ടെ. എനിക്കൊരു വലിയ തമാശയല്ല. എൻ്റെ പൊന്നേട്ടാ, നാണമല്ലേ ഈ കോമാളിത്തനത്തിന് കൂട്ടുക നിങ്ങൾക്ക്? നിങ്ങളുടെ ആണല്ലേ, അതിനാ ഗൗരവം ബോധം പൊക്കണമില്ല. പിന്നെ നിങ്ങൾ രണ്ടും സമ്മതത്തോടെ ആണല്ലോ. നാണം കെട്ട് നാറിയാലും കാശുണ്ടാക്കിയാൽ മതി. ഭർത്താവ് ഒരു മൊണ്ണയാണെന്ന് ചുരുക്കി പറഞ്ഞാൽ മൊത്തം വിളിച്ച് പറഞ്ഞിട്ട് പറയണത് ഇതൊരു പ്രാങ്കാണ്. ഇതിനേക്കാളും നല്ലത് കട്ടം ഉണക്കി കിലോ 20 വിൽക്ക് കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ഞാൻ അതിനേക്കാളും നല്ലത് ആ പരിപാടി കേട്ടോ. ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം ബിസിനസ്സല്ലേ, ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം വരും. എപ്പോഴും ഓക്കെ ആയിരിക്കണമെന്നില്ലല്ലോ ഒരാൾ എപ്പോഴും ഓക്കെ. അപ്പൊ നീ അത് ചോദിച്ച് മനസ്സിലാക്കാൻ നിന്റെ കടമ. അപ്പൊ നിന്റെ കാര്യം മാത്രം നീ തിങ്ക് ചെയ്തിരിക്കരുത്. നിനക്കൊന്നും ഇതായില്ല എന്ന് പറഞ്ഞ് മാത്രം നീ തിങ്ക് ചെയ്തിരിക്കരുത്. എന്റെയും കൂടെ കാര്യം തിങ്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബിസിനസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യണം. എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ കലിപ്പൻ കലിപ്പൻ സംസാരിക്കില്ല. പിന്നെ സീന സീന എന്താ ഈ ചടിച്ചു കൊടുത്തതാ? എടാ പോടാ, ഇതിനേക്കാളും അന്തസ് ഞാൻ ആദ്യം പറഞ്ഞ പരിപാടി. എന്തോ കൈവെക്കുന്ന എടാ സീന് 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 ചവിട്ടിക്കൂട്ടും. ഞാനെതാ മാസ്, ഞാനെതാ കലിപ്പൻ. നീ എന്താ തടയി കൊടുക്കണ? എടാ ആണുങ്ങളെ വില കളയാതെടാ കാട്ടാൻ പറക്കി. ഉള്ള കാര്യം പറയാം, ആണുങ്ങളെ വില കളയാതെ. നമുക്കൊരു തന്നിട്ടുണ്ട്, അതിന്റെ വില കളയാതെ നീ. സത്യം അയ്യേ മാസ് തടവണാടാ നീ. അയ്യേ ആ ഓ നിന്റെ മസില് കണ്ടടേ ഉണ്ടടേ, എനിക്കില്ലടേ ഇത്രേ. അയ്യേ കലിപ്പനേട്ടായി കോന്തോരി കേട്ടോ കേട്ടോ. അയ്യേ എടാ നിക്കർ ഊരിയിട്ട് ചന്തി കൊണ്ട് വെച്ച് റോട്ടി പറയടാ, ഇതിനേക്കാളും അന്തസ്സുണ്ട്. ബാഹുബലി എനിക്ക് ചിരി വരുന്നു ഗൈസ്, മാറി ചിരി. ഓ കണ്ടു കണ്ടു. ഓ ഞാൻ ഇവിടെ ഉണ്ട്. എടാ
വയറിളക്കം പിടിച്ച് ചത്താലും അന്തസ്സുണ്ടോ അതിനേക്കാളും. സത്യം സത്യമാണ് ഞാൻ പറഞ്ഞത്, സത്യമായിട്ട് ഞാൻ പറഞ്ഞത്. അമ്മച്ചിയാണ് ഇതിനേക്കാളും അന്തസ്സുണ്ട് വയറിളക്കം പിടിച്ച് ചത്താൽ. കോപ്പ് അയ്യേ മസിൽ കാണിക്കുന്നത്. എനിക്ക് പല ടെൻഷൻസ് ഉണ്ട്, എന്റെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മാനേജ് ചെയ്ത് നീയോടാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് പോയേണ്ടത്. അവന്റെ വളപ്പ് സച്ചിനെ വിദഗ്ധമായിട്ട് പറ്റിച്ചൊന്നുമില്ല ഏട്ടൻ, എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ ഇനി ഞാൻ മുതൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഐഡിയ പിന്നെ എന്തിനാണ് ഇംപ്ലാന്റ് ചെയ്തു, അങ്ങനെയല്ലേ പറയുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ദേഷ്യപ്പെടത്തില്ല, നിന്റെ അടുത്ത് ഇപ്പൊ കാമായിട്ടേ സംസാരിക്കൂ. പക്ഷെ ഇടയ്ക്ക് മുഖമൊക്കെ മാറിയുണ്ട് എന്തായാലും. പിന്നെ പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും, സത്യം പറയാലോ. അതാണ് അയ്യേ എടാ പോടാ, ആണുങ്ങളെ വില കളയാതെ കാട്ട് കഴിവല്ലവനെ ഹരിമുരളീരവം. ഇനിയിപ്പോൾ നാളെ മുതൽ ഇവൻ കണ്ടന്റ് തുടങ്ങും. എങ്ങനെയാണെന്ന് അറിയുമോ? ഇവനെ റിയാക്ഷൻ ചെയ്ത് ഓരോരുത്തർക്ക് കിട്ടും കണ്ടന്റ് തുടങ്ങും. നോക്കിക്കോ നിങ്ങൾ, അതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നീ തുടങ്ങൂല. കള്ള ഇതിനേക്കാളും നല്ലത് അന്തസ്സാ. നീ നാളെ മുതൽ അപ്പിയിട്, രണ്ടുപേരും കൂടി സേന്ത് അപ്പിയിട്ട് വെയിലത്ത് ചുണക്കി പൊടിച്ച് പാക്കറ്റാക്കി കിലോ 20 രൂപ ഇട്ട് അങ്ങോട്ട് വിൽക്ക്. വളമാണെന്ന് പറഞ്ഞാൽ മതി, നാട്ടുകാരെ പറ്റിക്ക്. അതിനുമുണ്ട് അന്തസ്സ് കേട്ടാ. ഇതൊരുമാതിരി മറ്റേടുത്ത പരിപാടിയായിപ്പോയി, അതിനേക്കാളും വെറും കേവലമായിപ്പോയി പരിപാടി. അയ്യേ എടാ, നീ എൻ്റെ പൊന്നളിയ, നീ ആ കുണ്ടിൻ്റെ റോട്ടി ഒരടാ, അത് കേൾക്ക അന്തസ്സ്. ഒന്നും പറയാനില്ല, ജനങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ സത്യം. നിങ്ങളാകുമ്പോൾ മതുവായ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അന്തസ്സില്ലാത്ത വർഗങ്ങൾ. കോപ്പിലെ പ്രാങ്ക് പശു ചാണകവെള്ളം കലക്കിയത് പോലെ ഇരിക്കുന്നു. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.